അപ്പം ഞാൻ ഇന്നൊരു വീഡിയോ എടുക്കാൻ പോവാണ്. അപ്പം ഞാൻ ഇന്ന് എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ശിവരാത്രിയെക്കുറിച്ചാണ്. അപ്പം ഞാൻ ഇന്ന് ശിവരാത്രിയാണ്. അപ്പോൾ ഇന്ന് ശിവരാത്രി ആയതുകൊണ്ട് ഞാൻ ഒരു വീഡിയോ എടുക്കുകയാണ്. ഇന്ന് ശിവരാത്രിക്ക് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ അച്ഛൻ വിളക്കൊക്കെ കത്തിച്ച് വെക്കുന്നുണ്ട്. പൂജ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ അമ്മ ചാണകത്തിൻ്റെ ഉണ്ട, അപ്പോൾ അത് കത്തിക്കുകയാണ്. ഞാൻ കാണിച്ചില്ല. ഇവിടെ കുറച്ച് ഇരുട്ടാണ്, രാത്രിയാണ് പൂജ നടക്കുക കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ കുറച്ച് ഇരുട്ടാണ്. അത് തീ കത്തിക്കുന്നത് അത്യാവശ്യമാണ്. ഒരു സാധനത്തിൻ്റെ മുകളിൽ കുറേ ഉണ്ടകൾ വെച്ചിട്ടാണ് കത്തിക്കേണ്ടത് കേട്ടോ. ഞാൻ ഉണ്ടകൾ കാണിച്ചു തരാം. ഇതാണ് ഉണ്ട. അപ്പോൾ ഓലകൾ ഇങ്ങനെ വെച്ചിട്ടാണ് കത്തിക്കേണ്ടത് കേട്ടോ. അടുപ്പോലെ തന്നെയാണിത്. ഇത് പുക പോകും, ഭയങ്കര പുകയാണ് ഇവിടെ. ഇത് ഊതണം കേട്ടോ കുറച്ച്, അത് കെടാതിരിക്കാൻ കുറച്ച് കൂടണം. മാത്രമല്ല ശ്രദ്ധിക്കണം കേട്ടോ. നീ കുറേ കത്തിയാൽ കുറച്ച് ദൂരം നിൽക്കണം. കാരണം എനിക്കാണെങ്കിലും കുറച്ച് പേടിയാണ്. കാരണം തീ മേത്ത് പുറളുമെന്നാണ് എൻ്റെ പേടി. സണ്ണ് പോലെയൊക്കെ ആവും കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലേ സണ്ണ് പോലെ. മാത്രമല്ല ഇത് കുറച്ച് ഇത് കുറച്ച് പ്രയാസമുള്ള കാര്യം കൂടിയാണ് കേട്ടോ. മാത്രമല്ല ഇങ്ങനെ ഇത് ചെയ്യുമ്പില്ലേ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. കാണാൻ പറ്റുന്നുണ്ടല്ലേ, ചെടി നല്ല എന്താ പറയുക, ഹെൽത്തിയാണ് കേട്ടോ. ഹെൽത്തി ചെടികളാണ്. നിങ്ങൾ കുറച്ച് കത്തുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഊതി കൊടുക്കണം കേട്ടോ. എൻ്റെ അടുത്ത് കുറച്ച് കത്തുന്നുള്ളൂ. അപ്പോൾ എനിക്ക് കാല് നന്നായി കത്തുന്നുണ്ട്. ഇപ്പോൾ എന്നാ ഓക്കെ, ഇങ്ങനെ തീ പൊരലുന്നുണ്ട് കേട്ടോ. തീ പൊരലേ. ഞാൻ കുറച്ച് ബാക്കോട്ടേക്ക് കാണി, എനിക്ക് പേടിയാണ്. പടക്കം പൊട്ടിക്കുന്ന പോലെ തന്നെയാണിത്, പടക്കം തന്നെയാണിത്. പക്ഷേ പടക്കമല്ല, എന്നാലും പടക്കം പൊട്ടിക്കുന്ന പോലെ തന്നെ. വളരെയധികം ശ്രദ്ധിക്കണം. അവിടെ ഒന്നും തൊടാൻ പാടില്ല. വളരെയധികം ശ്രദ്ധിക്കണം. ഇതാണ് ഒരു അടക്ക. നല്ല രസമാണ് കേട്ടോ. അടക്ക പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിലൊരു അടക്കയുണ്ടാവും. തെങ്ങിൻ്റെ അടയ്ക്കാണെങ്കിൽ ഇവിടെ കൂടുതൽ ഉള്ളത് തെങ്ങാണ്. അത്ര നമ്മുടെ എന്താണെന്ന് വെച്ചാൽ കവുങ്ങാണ്. തെങ്ങ് അത്ര ഇല്ല. ഇതാ നോക്കി, എന്താണിപ്പോൾ കത്തുന്നത്, പടക്കം പോലെ കത്തുന്നുണ്ടല്ലോ. ഞാൻ ഇനി ബാക്കി കാര്യങ്ങൾ കാണിക്കാം കേട്ടോ. അപ്പോൾ അമ്മ കുറേ സമയം വേണം ഇതൊക്കെ കത്തിക്കാൻ. അത്ര വരെ എനിക്ക് നിൽക്കാൻ പറ്റില്ല. നമുക്കൊന്ന് പോകാം. ശിവൻ്റെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഭസ്മം. അപ്പോൾ അത് ഈ ചാണകത്തിൻ്റെ ഉണ്ട കത്തിച്ചാലേ നമ്മുടെ ഭസ്മം നമുക്ക് കിട്ടുള്ളൂ. ഇങ്ങനെ പോക്കിയാണ്, എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. എൻ്റെ നേരിയാണ് പോക്കി ഇങ്ങനെ വരുന്നത്. അപ്പം നമുക്ക് വേറെ സ്ഥലത്തിലേക്ക് ഒന്ന് പോകാം. അല്ലെങ്കിൽ എനിക്ക് പുക കൊണ്ട് നിൽക്കാൻ പറ്റില്ല. നമുക്ക് അടുത്ത സ്റ്റാൻഡിലേക്ക് ഇങ്ങനെ പോകാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് എൻ്റെ മുത്തശ്ശി. ഇതെൻ്റെ മുത്തശ്ശിയാണ്. മുത്തശ്ശി ഇപ്പോൾ ഇവിടെ കൈ കഴുകാൻ വേണ്ടിയാണ്, ഒരു പാത്രം കഴുകാൻ വേണ്ടി. ഇപ്പോൾ പൂജ കഴിയാറായി. ഇപ്പോൾ മണി അടിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ വീഡിയോ ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ ഇന്ന് പിറ്റേ ദിവസമാണ് ശിവരാത്രിയുടെ. അപ്പോൾ നമ്മളിൽ ഈ ചാണകം കൊണ്ട് എങ്ങനെയായി നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ ചാണകം കൊണ്ട് നന്നായി കത്തിയിട്ടുണ്ട്. അപ്പോൾ ചിലതൊക്കെ അത്ര കത്തിയിട്ടില്ല, എന്നാലും സാരമില്ല. പക്ഷേ ഇത് മുത്തശ്ശൻ ഇവിടെ അതിൻ്റെ വെള്ളയായ സാധനങ്ങൾ ഇങ്ങനെ പൊടിച്ചിട്ട് ഭസ്മമാക്കും. ഇതായിരിക്കും തൊടാനൊക്കെ ഉപയോഗിക്കാം. പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ.